ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് 166 പാസഞ്ചേഴ്സിനെ വെച്ചുകൊണ്ട് തന്നെ മംഗലാപുരം ഇന്റർനാഷണൽ എയർപോർട്ട് ലക്ഷ്യമാക്കി ദുബായ് സമയം രാത്രി 1 മണിയോടുകൂടി തന്നെ എയർ ഇന്ത്യൻ എക്സ്പ്രസ് 1X812 എന്ന് പറയുന്ന വിമാനം പറന്നുയർന്നു. അതിന്റെ ഫസ്റ്റ് ക്യാപ്റ്റനായിരുന്നു സ്ലാത്തോ ഗ്ലൂസ്കിയ. സ്ലാത്തോ ഗ്ലൂസ്കിക്ക് നല്ല രീതിയിൽ തന്നെ വിമാനം പറത്തിയിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളുമുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് ഓഫീസറായിരുന്നു ഹർഭജൻ സിംഗ്. ഹർഭജൻ സിംഗിന് നല്ല രീതിയിൽ തന്നെ വിമാനം പറത്തിയ എക്സ്പീരിയൻസും കാര്യങ്ങളുമുണ്ട്. യാതൊരു രീതിയിലുള്ള പ്രോബ്ലം കാര്യങ്ങളും ഇല്ലാതെ തന്നെ അറബിക്കടലിന് മുകളിലൂടെ തന്നെ 1X812 എന്ന് പറയുന്ന വിമാനം 166 പാസഞ്ചേഴ്സിന് വെച്ചുകൊണ്ട് തന്നെ പറന്നുയരുകയാണ്. അങ്ങനെ ഏകദേശം രാവിലെ മംഗലാപുരം ഇന്റർനാഷണൽ എയർപോർട്ട് ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെ ഇവർ ലാൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുകയും ചെയ്തു. ലാൻഡ് ചെയ്യാൻ വേണ്ടി നോക്കിയ സമയത്തായിരുന്നു ഏകദേശം ഒരു വിമാനം ലാൻഡ് ചെയ്യാൻ വേണ്ട സ്പീഡ് എന്ന് പറയുന്നത് 220 km/h സ്പീഡാണ്. ഈ ഹൈറ്റ് എന്ന് പറയപ്പെടുന്നത് ഏകദേശം 2000 അടി ഹൈറ്റ് മാത്രമേ വരാൻ പാടുള്ളൂ. മറിച്ച് നോക്കുന്ന സമയത്ത് ഈ വിമാനത്തിന്റെ സ്പീഡ് ഉണ്ടായിരുന്നത് 400 km/h സ്പീഡിനേക്കാൾ കൂടുതലുണ്ടായിരുന്നു. അത് മാത്രമല്ല 4000 അടിക്ക് മുകളിലായിരുന്നു ഈ വിമാനത്തിന്റെ ഹൈറ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നത്. ഫസ്റ്റ് ഓഫീസറിനോട് ഹർഭജൻ സിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നിങ്ങൾ ഇപ്പോൾ ലാൻഡ് ചെയ്യിക്കണ്ട, നമുക്കൊന്നും കൂടി കറങ്ങി വന്നതിന് ശേഷം ഒന്നും കൂടി നമുക്ക് ലാൻഡ് ചെയ്യിക്കാം എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയുകയാണ്. നമുക്ക് സ്പാസ്റ്റും അതുപോലെ തന്നെ നമ്മൾ നിൽക്കുന്ന ഹൈറ്റും കൂടുതലാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഫസ്റ്റ് ഓഫീസറിന്റെ പക്കൽ പറയുകയും ചെയ്തു. ഈ കാര്യങ്ങളൊന്നും സ്ലാത്തോ ഗ്ലൂസ്കിയ കേൾക്കാൻ വേണ്ടി തയ്യാറായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഈഗോയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സെൽഫ് കോൺഫിഡൻസും കാരണം ഈ 166 പാസഞ്ചേഴ്സിനെ വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹം ലാൻഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ഏകദേശം ഒരു വിമാനം ലാൻഡ് ചെയ്യേണ്ട പോയിന്റിൽ നിന്നും ഏകദേശം 1/2 കിലോമീറ്റർ അപ്പുറം മാറിയിട്ടാണ് ഈ വിമാനം ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഈ വിമാനത്തിന്റെ കൺട്രോൾ ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഹർഭജൻ സിംഗ് പറഞ്ഞോട്ട് തന്നെ പിന്നീട് വിമാനത്തിന്റെ വേഗത കൂട്ടിക്കൊണ്ട് തന്നെ പിന്നീട് അവിടുന്ന് ഒന്നും കൂടി വിമാനം ഒന്നും കൂടി പൊന്തിച്ച് പറപ്പിക്കാൻ വേണ്ടി നോക്കിയാണ്. മംഗലാപുരം ഇന്റർനാഷണൽ എയർപോർട്ട് നോക്കിയാണ് കരിപ്പൂർ ഇന്റർനാഷണൽ എയർപോർട്ട് പോലെ തന്നെ ടേബിൾ ടോപ്പ് റൺവേ ആണ്. ഇതൊക്കെ കൊണ്ട് തന്നെ ആ ടേബിൾ ടോപ്പ് റൺവേൻ്റെ അകത്ത് ലാൻഡ് ചെയ്യിക്കുമ്പോൾ എയർ ഏഷ്യയുടെ കർശനമായിട്ടുള്ള ഒരു നിർദ്ദേശം എന്ന് പറയപ്പെടുന്നത്, അതായത് ഫസ്റ്റ് ഓഫീസർ തന്നെ അവിടെ നിന്ന് ലാൻഡ് ചെയ്യിപ്പിക്കണമെന്നായിരുന്നു. ഈ മംഗലാപുരം ഇന്റർനാഷണൽ എയർപോർട്ടിനകത്ത് നല്ല രീതിയിൽ തന്നെ വിമാനം പറത്തിയിട്ടുള്ള എക്സ്പീരിയൻസും അതുപോലെ തന്നെ ടേക്ക് ഓഫ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളും സ്ലാത്തോ ഗ്ലൂസ്കിക്ക് ഉണ്ടായിരുന്നു. മറിച്ചാണെങ്കിൽ ഇദ്ദേഹം വിമാനം പൊന്തിക്കാൻ നോക്കിയ സമയത്താണെങ്കിൽ വിമാനം പൊന്തുന്നുണ്ടായിരുന്നില്ല. ഇതൊക്കെ കൊണ്ട് തന്നെ പിന്നീട് വളരെയധികം വലിയ രീതിയിലുള്ള പ്രശ്നത്തിലോട്ടാണ് പോകുന്നത് എന്ന് ഫസ്റ്റ് ഓഫീസറും അതുപോലെ തന്നെ സെക്കൻഡ് ഓഫീസറായ ഹർഭജൻ സിംഗിനും മനസ്സിലാവുകയും ചെയ്തു. ഇതിനിടയിൽ തന്നെ ആന്റിനയുടെ അകത്താണെങ്കിൽ വലത്തെ ചിറക് അടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവിടെ പൊട്ടിത്തെറിക്കുകയും പിന്നീട് അവിടെ നിന്ന് തീ ആളിക്കത്താൻ വേണ്ടി നോക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അവിടെ നിന്ന് തീ ആളിക്കത്തുകയും പിന്നീട് എണ്ണ ടാങ്കിന്റെ അങ്ങോട്ട് തീ ആളിക്കത്തുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് താഴെയുള്ള മതിലിലോട്ട് വിമാനം പോയി ഇടിക്കുകയും അവിടെ നിന്ന് പൊട്ടിത്തെറിച്ച് 155 ആൾക്കാരെ അതിദാരുണമായി മരണപ്പെടുകയാണ്. ഈ 155 ആൾക്കാരും ആരാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലായിരുന്നു അവരുടെ എല്ലാവരുടെയും ബോഡി ഉണ്ടായിരുന്നത്. അതിൻ്റെ അകത്ത് നിന്ന് സാഹസികമായി രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്ന ആളുകൾ 8 ആൾക്കാർ മാത്രമായിരുന്നു. അവർക്ക് ദാരുണമായ പരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ 155 ആൾക്കാരുടെ ബന്ധുക്കൾക്ക് ഇവർ ആരാണ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു ഇവരെല്ലാവരുടെയും ഡെഡ് ബോഡിയും കാര്യങ്ങളും ഉണ്ടായിരുന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെ ഈ 155 ആൾക്കാരും ഒരേ സ്ഥലത്താണ് മറവും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ വിമാനം എങ്ങനെയാണ് അപകടം ഉണ്ടാവാനുണ്ടായ കാരണം എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ എയർ ഏഷ്യ അന്വേഷണം കാര്യങ്ങളും നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് കോപ്പിഡ് റെക്കോർഡിൽ നിന്നും ഇവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ഓഫീസറായ സ്ലാത്തോ ഗ്ലൂസ്കിയ ഏകദേശം വിമാനം ലാൻഡ് ചെയ്യേണ്ട സമയത്ത് ഏകദേശം 1.5 മണിക്കൂറോളം ഇദ്ദേഹം ഉറങ്ങുകയാണ്. അതിനുശേഷമാണ് പെട്ടെന്ന് തന്നെ ഇദ്ദേഹം ഉറക്കത്തിൽ നിന്ന് എണീക്കുകയും പിന്നീട് വിമാനം ലാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഫസ്റ്റ് ഓഫീസറായ സ്ലാത്തോ ഗ്ലൂസ്കിയുടെ ഇദ്ദേഹത്തിന്റെ ശ്രദ്ധയില്ലായ്മ കാരണമാണ് 155 ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അതായത് ഇന്ത്യ നടുക്കതിൽ വെച്ച് 3ാമത്തെ വിമാന ദുരന്തമായിരുന്നു മംഗലാപുരം ഇന്റർനാഷണൽ എയർപോർട്ടിൻ്റെ അകത്ത് നടന്നിട്ടുണ്ടായിരുന്ന എയർ ഇന്ത്യൻ എക്സ്പ്രസ് 1X812 എന്ന് പറയുന്ന വിമാനത്തിന്റെ ദുരന്തവും കാര്യങ്ങളും. അപ്പോൾ എന്തായാലും ഇതിൽ നല്ല വീഡിയോയുമായി വരാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ അഫ്രാദ്.